ഇന്ന് ഞങ്ങൾക്ക് പെസഹ വ്യാഴാഴ്ചയാണ്. പള്ളിയിൽ 5 മണിക്കായിരുന്നു കേട്ടോ കുർബാന. പള്ളിയിൽ പോകുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ പെസഹ അപ്പവും പാലും ഒക്കെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടാണ് പോകാറ്. പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ 7 മണിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോയി അപ്പവും പാലും കഴിക്കുന്നതാണ് പതിവ്. പക്ഷേ ഇത്തവണ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നാളെ ദുഃഖവെള്ളിയാണല്ലോ, അപ്പം പല കടകളും നാളെ ഓപ്പൺ ആയിരിക്കില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ പോകാമെന്ന് കരുതി. വേറെ ആരുടെ അല്ല കേട്ടോ, അതുക്കുട്ടൻ്റെ കുറച്ച് ഐറ്റംസ് ആണ്. അങ്ങനെ നേരെ സുപ്രീമിൽ പോയി കുറച്ച് ഐറ്റംസ് എടുത്തു. ഐസ്ക്രീമിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പനി കാരണം ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ബൂസ്റ്റിൻ്റെ ഒരു ഡ്രിങ്ക് മാത്രം എനിക്കായിട്ട് എടുത്തു. അവിടുന്ന് ഞങ്ങൾ നേരെ മെയിൻ കൊല്ലം ടൗണിലേക്ക് പോയി കേട്ടോ. അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. നേരെ കയറിയത് സ്റ്റെയിൻസിലേക്കാണ്, കാരണം എൻ്റെ നട്ട്സിൻ്റെ ഐറ്റംസ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നട്ട്സ് പാക്കറ്റും പിന്നെ ആദ്യക്കുട്ടനുള്ള റാഗി പിന്നെ പനങ്കൽക്കണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ കുടിച്ച ബൂസ്റ്റിൻ്റെ പാക്കറ്റാണ്, അതിൻ്റെ അകത്തൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കാണിക്കുകയാണ് അതുകൊണ്ട് കുടിക്കുന്നതായിട്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് സോബി നോക്കിയപ്പോൾ കാണാനില്ല കേട്ടോ. നോക്കുമ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയെ കണ്ട് സംസാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അവിടെ. പിന്നെ എനിക്കിപ്പോൾ ഉള്ള സ്ഥിരം ഒരു അസുഖമാണ്, ബില്ലടിച്ച് തീരാറാകുമ്പോൾ ഒരു വേഫർ ബിസ്ക്കറ്റ് എടുക്കാൻ പോണത്. ഇപ്പോൾ ഈ ഇടയായിട്ട് ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ക്രൗൺ ബേക്കറിയിലും കൂടെ കയറി ഞങ്ങളുടെ പർച്ചേസിങ് ക്ലോസ് ചെയ്തു കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് അഡ്വക്കേറ്റിനെ ഒന്ന് കാണുമായിരുന്നു. അങ്ങനെ സാറിനെ കൂടെ കണ്ടിട്ടങ്ങ് ഇറങ്ങി. അങ്ങനെ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ മമ്മീനെ കൊണ്ട് ഏൽപ്പിച്ച് ആദ്യക്കുട്ടിനെ അവിടെ തന്നെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രാത്രി പള്ളിയിലേക്ക് വന്നു കേട്ടോ. രാത്രി മുഴുവൻ പള്ളിയിൽ ആരാധനയുണ്ട് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ ആരാധനയ്ക്ക് പങ്കെടുക്കാമെന്ന് കരുതിയിട്ടാണ് ആദ്യക്കുട്ടിനെ അവിടെ വീട്ടിലേൽപ്പിച്ചിട്ട് ഞങ്ങൾ വന്നത്. അങ്ങനെ ആരാധനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് 3 പേർക്ക് നാളെ ഈശോയ്ക്ക് ഇടാനുള്ള പട്ടും വാങ്ങി വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ആദ്യക്കുട്ടനങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ പെസഹ അപ്പം മുറിച്ചപ്പോൾ ആദ്യക്കുട്ടൻ ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാത്രം പെസഹ അപ്പം മുറിച്ച് കഴിച്ചിട്ടങ്ങ് ഉറങ്ങി കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.